വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ് അക്കാഡമിക്സ് ആണ്. സോ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെ LSS എഴുതാൻ പോകുന്ന മക്കളാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ മക്കളെ, നിങ്ങളുടെ LSSന് ആവശ്യമായിട്ടുള്ള EVSലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിതാ ഈ ഒരു അവസാനവട്ട തയ്യാറെടുപ്പിൽ ഇന്നത്തെ വീഡിയോയിൽ അല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എനർജി ഈസ് യൂസ്ഡ് ഇൻ സെയിൽ ബോട്ട്സ് അല്ലേ? താഴെ പറയുന്നവയിൽ ഏതിന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് പായ്ക്കപ്പൽ സഞ്ചരിക്കുന്നത്? വിൻഡ്, വാട്ടർ, സ്റ്റീം, ലൈറ്റ്. അപ്പം നമുക്കറിയാം ഇതിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? വിൻഡാണ് അല്ലേ, കാറ്റാണ് നമ്മൾ എഴുതേണ്ടത്. ഒരിക്കലും ജലം പോയിട്ട് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് കൊടുക്കരുത്. കാറ്റാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് മക്കള് ആൻസർ കൊടുക്കണം. അടുത്ത ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത് ഏത്? പെട്രോള്, കെരോസിൻ, ഡീസൽ, വാട്ടർ വേപ്പർ. നമുക്കറിയാം പെട്രോൾ ആയിക്കോട്ടെ അല്ലെ, കെരോസിൻ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ലിക്വിഡാണ് അല്ലെ, ദ്രാവകമാണ് ആണല്ലോ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തതായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ വാട്ടർ വേപ്പർ മാത്രമാണ്. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നീരാവി കേട്ടോ. ഇതെന്താ സാധനം? ഇതെന്താണ്? ഇത് വാതക അവസ്ഥയാണ്, അല്ലെങ്കിൽ എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂട്ടത്തിൽ പെടാത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് നോക്കാം. റൈറ്റ് ട്രൂ ഓർ ഫോൾസ് എന്നാണ്. കുക്കു ലേസ് എഗ്സ് ഇൻ ക്രോസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നു അല്ലേ. ഗോൾഡൻ ഓറിയോൾ ആൻഡ് നാഗമോഹൻ ആർ ബേർഡ്സ് ദാറ്റ് വിസിറ്റ് കേരള. നമുക്കറിയാം ഇവർ രണ്ടുപേരും എന്താണ്? മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പെൻഗിൻ ഈസ് എ ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ അല്ലെ. പെൻഗിൻ പറക്കാത്ത പക്ഷിയാണ്. പറക്കാത്ത പക്ഷിക്കൂട്ടങ്ങളെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ ഇത് ട്രൂ ആണ്, ഞാൻ ടി ആണ് എഴുതുന്നത്. ഇതും ട്രൂ ആണ്, ഇതും ട്രൂ ആണ്, ഇതും ശരിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റുള്ളത്. കാരണം കിങ് ഫിഷർ അല്ലെങ്കിൽ പൊന്മാൻ എന്ന് പറയുന്നത് മരത്തിൽ കൂട് വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ. അതിതാ ഇങ്ങനെയാണ് അതിന്റെ കൂട് കിടക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കണം. അടുത്ത നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ബേർഡ് വിത്ത് ദ ഫോളോയിങ് പെക്യുലാരിറ്റീസ്. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള പക്ഷി ഏതാണെന്നാണ് ചോദിച്ചത്. സ്യൂട്ടബിൾ ബീക്സ് ഫോർ സക്കിംഗ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. അപ്പോൾ നല്ല എന്താണ്? തേൻ കുടിക്കാൻ പറ്റുന്ന ബീക്സ്, ചുണ്ടുകളുണ്ട്. ഹാങ്, അതായത് കൊക്കുണ്ട് എന്നല്ലേ. ഹാങ് ഇൻ വൺ പ്ലേസ് വൈൽ ബീറ്റിംഗ് ദെയർ വിങ്സ്. അതാണ് പ്രത്യേകത. അപ്പം തന്നെ നമുക്ക് കിട്ടിയല്ലേ. വായുവിൽ പറന്ന് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണത്? നമ്മളുടെ ഹമ്മിങ് ബേർഡാണ്, നമ്മുടെ തേൻ കുരുവിയാണ്. സോ അത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബേർഡിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവണം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള നിരീക്ഷകൻ ആരാണ്? ഹു ഇസ് ദ ഓർണിത്തോളജിസ്റ്റ് ഹു റോഡ് ദ ബുക്ക് ബേർഡ്സ് ഓഫ് കേരള അല്ലെ. ആരാണ്? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മാറിപ്പോവരുത്, കേരളത്തിലെ പക്ഷികളാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണെടാ? അത് ഇന്ദുചൂടനാണ് അല്ലെ. ഇന്ദുചൂടൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് നമുക്കറിയാം KK നീലകണ്ഠനാണ്. മറിച്ച് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ, ബേർഡ്മാൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ചോദിച്ചതെങ്കിൽ നമ്മൾ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ആരതാണ്? ഡോക്ടർ സലീം അലി. ഇതാണ് നമ്മളോട് മാറിപ്പോവുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് നവംബർ 12, ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന്റെ. അന്നാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയാറുണ്ട്. കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിൽ പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതവും ഉണ്ട്. അതേതാണ്? നവംബർ 12 നമ്മൾ ഓർത്തു അല്ലേ. അതേപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. 1983 രൂപീകരിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുക. കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഇനിയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒക്കെ ഇനിയും കിട്ടാനുണ്ട്. ക്ലാസ് ഒക്കെ മിസ്സായത് പ്രശ്നമായെന്ന് തോന്നുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണ ബാച്ചിൽ ഇപ്പോഴും നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യുക. കാരണം അവസാന വട്ടമാണ്, നിങ്ങൾക്ക് അറിയാം, ഇനി കുറച്ച് സമയോടെയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ UP-യിലേക്കൊക്കെ പോവാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവിടെ നിങ്ങൾ ബുദ്ധിമുട്ടും. നമുക്കറിയാം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറുവാണ് അല്ലേ. അപ്പോൾ പാരൻസിനോട് പറയുക, പാരൻസിനോടാണ് പറയുന്നത്. താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. വൺ ഷോട്ട് റിവിഷൻസ് ഒക്കെ ആയിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ഈസി ആയിട്ട് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. സോ മാക്സിമം ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ മോഡൽ എക്സാം ഒക്കെ അവിടെ വരുന്നുണ്ട്, ഇനി ആനുവൽ എക്സാമിൻ്റെ. അതോടൊപ്പം നമ്മുടെ ജ്വാല ബാച്ച്, അത് കംപ്ലീറ്റ് ഫ്രീ ബാച്ചാണ്. ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മളവിടെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രീ ബാച്ച് അല്ലേ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. കിട്ടുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.